വാരിയിട്ട് തീയിടുന്ന ഒരു അവസ്ഥയിലേക്കും ഈ അമ്മയൊക്കെ പറയുന്ന വാക്കിനനുസരിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാർ ഈ തുണികൾ വാരിക്കൊണ്ടുപോയി അയൽവക്കത്തെ വീട്ടിൽ വെക്കുകയും അവർ എന്നെ ഈ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയും പിള്ളേർക്കും എനിക്കുള്ള ഭക്ഷണം ചോറായിട്ടും അരിയായിട്ടും അത് വെച്ച് വേവിക്കാനുള്ള വിറക് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു തരുമായിരുന്നു. ചിലപ്പം ഈ മൊത്ത പൈസ കിട്ടുമ്പോൾ ലക്ഷങ്ങൾ കൊണ്ട് കൈ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പൈസയും നമുക്കുള്ളതല്ല, ഈ പണിക്കാരുടെ ആവശ്യമല്ലേ പണി സാധനങ്ങൾ മേടിക്കാറുള്ളത്. അപ്പം ഹിന്ദിക്കാരും തമിഴ്നാട്ടുകാരും ഒക്കെയാണ് പണിയുന്നത്. അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഈ മദ്യപിക്കുന്നവരൊക്കെ ആണോ അവർക്ക് വെളിയിൽ നിന്ന് ചിലവിന് വേണ്ടിയിട്ട് 100, 200 ഒരു വ്യക്തി വന്ന് ചോദിക്കും. അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൈ തരുന്ന ആളില്ലാത്ത സമയത്ത് വീട്ടിൽ വരുന്ന വിശ്വാസം സെൽവന് ബിന്ദുവിനോടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു പൈസ എന്റെ സെൽവൻ തരുന്ന എത്ര ലക്ഷം തന്നാലും ഞാൻ അതിൽ നിന്ന് എന്റെ ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ 1 രൂപ എടുത്തിട്ടില്ല. എന്റെ ആവശ്യത്തിന് എനിക്ക് 1 രൂപ വേണം, ഞാൻ ഇതുപോലെ എന്തെങ്കിലും 10, 200 തയ്ച്ചുണ്ടാക്കുന്നതല്ലാതെ എനിക്കെന്ന് പറഞ്ഞ് സെൽവൻ 1 രൂപ തരത്തില്ല. 1000 രൂപ തന്നു ബുക്കും പുസ്തകവും മേടിക്കാൻ ലിസ്റ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അപ്പം മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ബുക്ക് എത്ര എണ്ണം മേടിച്ച് എണ്ണം അപ്പൊ 2 പേർക്കേ ആവുള്ളത് 3 പേർക്ക് ആകരുതെന്ന് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായത് ഈ കണക്ക് ചോദിച്ച് എന്തിനാണെന്നുള്ളത്. മറ്റേ കുഞ്ഞിനെ നോക്കാൻ താല്പര്യമില്ല. ഇല്ല. അല്ല ഈ പിള്ളേര് ഈ കുഞ്ഞായിട്ടിരിക്കുമ്പോ ഞാൻ ജീവിക്കാൻ വേണ്ടി ഇവരെ നോക്കാൻ വേണ്ടി ഞാൻ പണിക്ക് വന്നത്. സെൽവന്റെ കൂടെ വന്നതിന് ശേഷം ഞാൻ വേറൊരാളുടെ കൂടെ പോയി ഉണ്ടായ പിള്ളേരല്ലെന്ന് സെൽവൻ അറിയാം. അപ്പൊ ഈ പിള്ളേർക്ക് ഞാൻ അല്ലാതെ ആര് കൊടുക്കും? ഇപ്പോ സെൽവനാണ് വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. സെൽവനാണ് വാടക അദ്ദേഹം കൊടുക്കുന്നു. അതെല്ലാം ചെയ്യുന്നു. നിങ്ങളുടെ ചെലവുകൾ കൊടുക്കുന്നു, നോക്കുന്നുണ്ട്. പിന്നെ വീട്ടു ചെലവുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. വീട്ടു സാധനങ്ങളും മറ്റെല്ലാം സെൽവനല്ലേ നോക്കുന്നത്. എല്ലാ ചെലവുകളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും നോക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധ എടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കും. ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സൗകര്യങ്ങളൊക്കെ നോക്കുന്നില്ല. ബിന്ദുവിന്റെ പ്രധാന പരാതി എന്താണിപ്പോ? എൻ്റെ പ്രധാന പരാതി ഇപ്പൊ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും ക്രൂരമായിട്ട് തന്നെയാ ഉപദ്രവിക്കുന്നത്. ഉപദ്രവിക്കുന്ന പറഞ്ഞാൽ എൻ്റെയൊക്കെ ആരോഗ്യത്തിന് അത് താങ്ങാൻ പറ്റത്തില്ല. ആ സൈസ് ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെൽവന് തോന്നണം നിർത്തണമെന്ന്. ആ ഒരു കണ്ടീഷനിലെ ഉപദ്രവിക്കുകയുള്ളു. എന്ത് കാര്യം മദ്യപിച്ചിട്ട് വരുമ്പോ ഇത് പ്രത്യേകിച്ച് ഒരു കാരണം ഒന്നും ഉണ്ടാകത്തില്ല. ഇന്നലെ തന്നെ വീട്ടില് ലാപ്ടോപ്പ് പണിയുടെ ആവശ്യത്തിന് വേണ്ടി മേടിച്ച് വെച്ചിരുന്നതാ. അപ്പം ഒരു എഞ്ചിനീയർ ചെറുക്കനെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ ഈയിടെ പഠിച്ചിറങ്ങിയതാ. അപ്പൊ അതിന് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്യാനാന്നും പറഞ്ഞ് മേടിച്ച് വെച്ചിരുന്നു. അത് അതിന് ജോലിയുടെ ആവശ്യമായിട്ട് അത് മാറിപ്പോയപ്പോഴത്തേക്കും വീട്ടിൽ കൊണ്ടുവച്ച്. പിന്നെ പിള്ളേർക്ക് ഈ ഫോണിലും എല്ലാം വളർന്നു പറഞ്ഞത് അറിയാമെന്നും പറഞ്ഞിട്ട് പിള്ളേർക്ക് ഇത് കൊടുത്തു. ഇത് വെച്ചോണ്ട് അവൻ പടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പിടിക്കുകയും ഓരോന്നൊക്കെ ചെയ്യും. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങനെ കഴിഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി കിടക്കുന്ന സമയത്തും ഫോണിലേ ആണോ ഡിസ്ക് എന്തോ ഇട്ട് പാട്ടെല്ലാം പ്ലേ ചെയ്ത് കാണുന്ന കണ്ട്. അപ്പം ഞാൻ പറയണം വള്ളക്കുടത്തിലൊക്കെ പോകണ്ട, നേരത്തെ കിടന്നുറങ്ങണമെന്നും പറഞ്ഞിട്ട് സ്കൂൾ തുറന്നേ പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞ് മേശക്കകത്ത് കയറ്റി വെച്ചേക്കുമായിരുന്നു. പൂട്ടിയില്ല, വെച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ തന്നെ എടുത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു അവിടെയും TV ഉണ്ടോയെന്ന് ചോദിച്ചപ്പം അങ്ങനെ മുറിയിലിരിക്കുക. അപ്പം പറഞ്ഞ് അല്ല ഈ ലാപ്ടോപ്പാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നേച്ച് ഇന്നലെ അതെടുത്ത് വെച്ച് ഏതോ MP3യുടെ വീഡിയോ ഡിസ്ക് ഉണ്ടെന്നേച്ച് അത് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇത് മറ്റേ പെൻഡ്രൈവിലേക്ക് കൊച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കൊടുത്തത്. ഇവനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അവൻ ചെയ്തേച്ച് പറഞ്ഞു മീഡിയ വർക്കാകുന്നില്ല എന്ന് പറഞ്ഞ് വന്നു. അപ്പം ഞാൻ തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന ബാത്റൂമിൽ ഉടനെ എന്നെ ദേഷ്യം കയറി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അടുത്ത് ചെന്നപ്പോൾ പറയുക ഇത് നശിപ്പിച്ച് ഇതിൻ്റെ പണി കഴിഞ്ഞ് എന്ന് പറഞ്ഞ്. നിങ്ങളതിനെന്തോ തോണ്ടോ പറിക്കുകയോ ചെയ്തു? ഇല്ല, എനിക്ക് ഫോൺ എല്ലായിടത്തും കുത്തി നോക്കുന്ന പോലെ ഇതിനകത്ത് വല്ല സൂത്രം ഉണ്ടോ വല്ലതും? ഇല്ല, അങ്ങനെ ഞാൻ ഇന്ന് വരെ അതേ തൊട്ടിട്ടില്ല. സംശയിച്ചല്ല. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവരെടുത്ത് എന്തോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് തർക്കിച്ചു. അന്ന് ആദ്യം കൊണ്ടുവന്ന് വെച്ചിരുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കറിയാം അവരെടുത്തില്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞു ഞാൻ തർക്കിച്ചു. അപ്പൊ അതിന്റെ പേരിൽ ഇതും ഞാൻ എടുക്കാത്തതാണെന്ന് ഞാൻ പറയുമോന്നറിയാൻ വിളിച്ചു. ഞാൻ പറഞ്ഞ് ഇന്നലെ വൈകിട്ടും കൂടി ഇവിടെ വെച്ച് ഇത് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടാ പിന്നെ അതെന്നാ ചെയ്താൽ ഇപ്പൊ പിന്നെ എടുത്തോണ്ട് വരുന്നത് എനിക്കറിയത്തില്ല. അല്ല നീ കള്ളസത്യം ചെയ്യുമോന്ന് അറിയാൻ വിളിച്ചതാന്ന് പറഞ്ഞ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്തൊന്നും അറിയത്തില്ല, ഞാൻ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല, എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന്. അന്നേരം എന്നോട് പറഞ്ഞു പൊക്കോ എൻ്റെ മുമ്പിൽ നല്ല ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ പിന്നെ വന്ന് തുണി അലക്കായിരുന്നു. അപ്പം ഞാൻ ഓർത്തത് 10,000 രൂപയുടെ സാധനമല്ലേ. അപ്പൊ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ബിന്ദു അദ്ദേഹത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫോൺ എടുത്ത് നോക്കുന്നു, അതിനകത്തുള്ള ആൾക്കാരെ നമ്പർ തപ്പി വിളിക്കുന്നു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുമ്പോൾ ലാപ്ടോപ്പിനകത്ത് വേറെ വല്ല സൂത്രപ്പണികൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ്
അങ്ങനെ സംശയിച്ചില്ല? അങ്ങനെ സംശയിച്ചിട്ടില്ല. അപ്പൊ നല്ല മനുഷ്യനാണ്. കുഴപ്പമില്ല, അങ്ങനെ സംശയിച്ചില്ല. എനിക്ക് സംശയം തോന്നി പെട്ടെന്ന്. ഇല്ല, അങ്ങനെ സംശയിച്ചിട്ടല്ല. ഈ ലാപ്ടോപ്പ് ഈ പിള്ളേർ ഇതെന്തോ ചെയ്യുന്ന കണ്ടിട്ട് ഞാനിത് ഇവരെന്തോ നശിപ്പിച്ചത് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുവാണോ, കള്ളം പറയുവാണോ, ഞാൻ കള്ളം പറയുവാണോ, അല്ലാതെ ലാപ്ടോപ്പ് ഞാൻ എടുത്തെന്ന് ഉദ്ദേശിച്ചല്ല. പിള്ളേർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ ഈ വഴക്കുണ്ടാക്കുന്നത്. ഉദ്ദേശിക്കുന്ന ഈ ക്രൂരമായി മർദ്ദിക്കുന്നു, അനാവശ്യങ്ങൾ പറയുന്നു, ഇതൊക്കെയാണ് പ്രധാന കാരണമായിട്ട് പറയുന്നത്. ബിന്ദുവിന് നേടിയെടുക്കണം എന്ന് തോന്നുന്ന കാര്യം എന്താണ്? ഇവിടുന്ന് കിട്ടേണ്ട നീതി എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ഒരു അവസ്ഥയിലാണ് ഇവിടെ സെൽവനുമായിട്ട് എത്തിപ്പെട്ട് ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ എങ്ങോട്ടും പോകാനായിട്ടൊരു പറ്റത്തില്ല. ഇനിയിപ്പോ എങ്ങും പോകാൻ പറ്റത്തില്ല. എങ്ങോട്ടെന്ന് പറഞ്ഞാൽ വേറെ എങ്ങോട്ടൊന്നും അങ്ങനെയല്ല. വീട്ടിലോട്ടാണെങ്കിലും കയറി ചെല്ലാൻ പറ്റത്തില്ല. വീട്ടിലെ അവസ്ഥ പണ്ടേ ഇങ്ങനെയാ. അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. വീട്ടുകാരെ മാത്രമല്ല, നമ്മുടെ നാട്ടുകാരെയും കൂടെ പരിഗണിക്കണമല്ലോ. അവര് പറയും ദേ 1 പോയി 2 പോയി ദേ ഇങ്ങനെ വന്നിരിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടും അതും മുന്നേ കിടക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ വീട്ടിൽ എപ്പോഴും നിസാര പ്രശ്നം പറഞ്ഞിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ സെൽവൻ എനിക്ക് എന്നെ കൂടെ കൂട്ടുന്നതിന് മുന്നേ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരുടെ വീടുകളിൽ കൂടെ അവര് മരിച്ചുപോയി എന്ന് പറയുന്നു. അവരുടെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങി അവരുമായിട്ട് ഇന്നും ബന്ധം സ്ഥാപിച്ച് അവരുടെ സ്ത്രീയാണോ ഈ ജാൻസി എന്ന് പറഞ്ഞത്? അല്ല, അത് അമ്മാവന്റെ മകള്. ഇത് എരുമേലിക്ക് അടുത്ത് കനകപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ മരിച്ചുപോയി. അവര് മരിച്ചുപോയി എന്നാ പറയുന്നത് ഇപ്പൊ. അപ്പൊ അവരുടെ വീടുകളിൽ കൂടെ ഇപ്പോഴും പോകുന്നു. അവരുടെ ആങ്ങളുടെ മകൻ കല്യാണം കഴിച്ച ഒരു കുഞ്ഞു കൊച്ചുള്ളൊരു ഒരുത്തൻ വേറെ ഏതോ പെണ്ണുമായിട്ട് നടക്കുകയും ആ പെണ്ണിനെ സെൽവൻ ഒരു ഓമിനി വണ്ടി ഉണ്ടായിരുന്നു. ഈ പെണ്ണിനെയും കൂട്ടി ഈ ജോജോ എന്ന് പറയുന്ന ആള് വേറൊരു പെണ്ണിനെ 5 പേരുള്ളൊരു പെണ്ണിനെ ആയിട്ട് സെൽവന്റെ കൂടെ വണ്ടിയെ കയറ്റി വാഗമണ്ണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ ടൂർ നടക്കുക. സെൽവൻ എന്ന് പറയുന്നത് പണിക്ക് പോകുന്നില്ലെന്നല്ല, പണിക്ക് പോകുന്നുണ്ട്. പണിസ്ഥലത്ത് പണിക്കാർക്കുള്ള അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചേച്ച് സെൽവൻ ഇവരുമായിട്ട് ടൂർ നടക്കുക. എന്നേച്ച് ആ സമയത്ത് വീട്ടിൽ പെൺകുട്ടികളുമായിട്ട് മാത്രമോ? 2 പെൺകുട്ടികളായിട്ട് മാത്രം ഒറ്റയ്ക്ക്? 2 പെൺകുട്ടിയല്ല, ഒരു പെണ്ണും വേറൊരുത്തൻ സ്നേഹിക്കുന്ന പെണ്ണാന്ന് പറഞ്ഞു. അവന് ഭാര്യയും കൊച്ചുകൊണ്ട് അവൻ വേറൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് സെൽവനെയും കൂട്ടിക്കൊണ്ട് കറങ്ങി നടക്കുക നാട്ടിൽ കൂടെയൊക്കെ. എന്നിട്ട് പണിസീറ്റിൽ കൂടെ ഇവരെയും കൊണ്ടുപോകുന്നു. അല്ല, പക്ഷെ എന്തറിയോ, നമ്മളിപ്പോൾ ഭർത്താവിന് സുഹൃത്തുക്കൾ പലരും കാണും. അവർ തങ്ങളിൽ ഒരു ട്രിപ്പ് പോവുകയോ യാത്ര പോവുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. നമുക്കും കൂടെ പോകാമെന്ന് ആഗ്രഹിക്കാം എന്നല്ലാതെ അത്തരം കാര്യങ്ങൾ വേണ്ട എന്നങ്ങനെ പറയാൻ ഒക്കുമോ? ഞാൻ അയാളുടെ ഭാര്യയല്ലെന്നേ, വേറൊരു പെണ്ണിനെ ആ പെണ്ണ്. പക്ഷെ അത് നമ്മുടെ കാര്യമല്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ ജീവിതം തന്നെ നോക്കൂ. ലീഗലല്ലാതെ 2 ബന്ധങ്ങളിൽ ചെന്ന് ചാടി ആ 2 കുട്ടികളുടെയും ഭാവി അനിശ്ചിതത്വത്തിലാണ് അല്ലേ? നിങ്ങൾ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ 2 കുട്ടികളുടെ നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും മറ്റൊരാൾ പറയാന്നൊന്ന് ആലോചിച്ചു. സെൽവൻ ആദ്യ ഭാര്യയുണ്ട്. ആദ്യ ഭാര്യ അവർ ജീവിച്ചില്ല. ഇത് ഭാര്യയല്ലല്ലോ ഇപ്പൊ ഈ കൊണ്ടടക്കുന്ന. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഞാൻ ചോദിക്കുന്നത് ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കാവുന്ന ന്യായങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്തതിലുള്ള ന്യായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അറിയാവുന്നത് കൊണ്ട് അത് ന്യായപ്പെടുത്തി പറയാം. പക്ഷെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചോദിക്കാവുന്ന ചോദ്യം, ഒരു മനുഷ്യൻ ഭാര്യയും അയാളുടെ 3 മക്കളുമുണ്ട്. ആ സ്ത്രീയും കുടുംബമായിട്ട് ഇപ്പോഴും നല്ല ഇടപാടും കാര്യങ്ങളും ഉണ്ട്. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്നു. എന്നാൽ പോലും നമ്മൾ ചെയ്തതിനകത്തുണ്ടായ ഒരു ന്യായക്കേടാണ് ഞാൻ പറയുന്നത്. ന്യായക്കേടാ, അതെനിക്കറിയാം. അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് നമ്മൾ വേറൊരാളുടെ ജീവിതം, അയാൾ ഭാര്യയെ ഉണ്ട്, ഇപ്പൊ വേറൊരു സ്ത്രീയായിട്ട് അയാൾ ടൂറ് പോകുന്നു, നമുക്കതല്ല വിഷയം. ഇയാൾ അവിടെ പോകുന്നത് കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് ഇങ്ങനെയുള്ള വീട്ടിലെ എല്ലാ സിറ്റുവേഷൻ എല്ലാം ചെയ്തു തരുന്നുണ്ട്. നമുക്കൊരു ആശുപത്രി പോകണമെങ്കിൽ പോലും 10 രൂപ ചോദിച്ചാൽ ആശുപത്രി പോകാമെന്നും പറഞ്ഞാൽ എല്ലാവരും പല സ്ഥലങ്ങളിൽ പോകുന്നേ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയും. ആശുപത്രി വയ്യാതെ നമ്മൾ പോയിട്ടും ഇന്ന ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞാൽ നിനക്ക് തന്നെ എയ്ഡ്സ് ആണോ എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ആശുപത്രിയിൽ എനിക്ക് ഡിസ്കിനും ഞരമ്പിനും പ്രശ്നമായിട്ട് തളർന്നു പോകുന്ന പോലെ അവസ്ഥ അങ്ങ് വന്നു. അപ്പം ഇതിനു മുന്നേ തമിഴ്നാട്ടിൽ താമസിക്കുന്ന സമയത്താണ് MRI സ്കാൻ എല്ലാം ചെയ്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുവോ ഒന്നും ചെയ്യത്തില്ല. കുനിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിവരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അങ്ങനെ വേദന തിന്ന് ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വല്ലാണ്ട് അങ്ങ് കൂടി, ഇരുന്നിടത്തൊന്നും എഴുന്നേക്കാൻ വയ്യാണ്ടായി. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ പോയാൽ പോരെ, ഇന്നിപ്പോൾ പോയില്ല എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ തളർന്ന് പോയാൽ എന്നാ ചെയ്യും? അങ്ങനെ തളരത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അടുത്ത വീട്ടുകാർ കണ്ടേച്ച് പറഞ്ഞു, എന്നാൽ വാ അടുത്തൊരു ഓട്ടം വന്ന ഓട്ടോ ഉണ്ട്, ഈ ഓട്ടോയെ കയറി പൊക്കോളാൻ പറഞ്ഞ് ഓട്ടോയെ കയറ്റി വിട്ട്. അപ്പോൾ ഇവർ പണിക്കാർ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, തന്നെ പൊക്കോളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ അവസ്ഥയല്ലേ,
എനിക്കല്ലേ ചികിത്സ വേണ്ടിയെന്ന് പറഞ്ഞ്. ആരോടാ പറഞ്ഞത്? സെൽവനോട് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ആശുപത്രി വന്നു കഴിഞ്ഞ് പിന്നീട് കുറച്ച് ഇടയ്ക്ക് കൂടി കഴിഞ്ഞപ്പം രാവിലെ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് ടെസ്റ്റ് എല്ലാം എഴുതി തന്നെങ്കിലും ഇന്ന് വരെ ആ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ആ പോക്കോട് കൂടി ആശുപത്രി പോക്ക്, നടുവേനയുടെ പേരും പറഞ്ഞുള്ള ആശുപത്രി പോക്ക് അങ്ങ് നിർത്തി. പിന്നെ ഞാൻ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. ഇല്ല, പിന്നെ ഒരു ടെസ്റ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപ കൊടുത്ത് വേദന സംഹാരി ഗുളിക മേടിച്ച് വെക്കും. വേദന തീരെ സഹിക്കാൻ വയ്യാണ്ടാകുമ്പോൾ കിടക്കാൻ നേരത്ത് തിന്നും. ഓയിൽമെന്റ് കൈ പിടിച്ചുകൊണ്ട് നടക്കും. MRI സ്കാൻ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു. MRI സ്കാൻ ചെയ്യാനായിട്ട് വേദന കൂടിയ സമയത്ത് എന്നോട് പറഞ്ഞു നിന്റെ അമ്മയോട് പോയി പറ സ്കാൻ ചെയ്യായിരുന്നു. അപ്പൊ തിരുനെൽവേലി പോയി ഇരുന്ന സമയത്ത് അത്രയും ഭീകരമായ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞോ? MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സെൽവനെയും കൂട്ടിക്കൊണ്ട് പോയിരുന്ന MRI റൂമിൽ കയറ്റി സ്കാൻ ചെയ്യിപ്പിച്ചത്. ന്യൂറോയുടെ പ്രോബ്ലവും വന്നു. അതൊക്കെ ചെയ്തതാ. പക്ഷെ അന്നേരം സാമ്പത്തികത്തിന്റെ കാര്യം പറയപ്പോ എന്നോട് പറഞ്ഞു നിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ പറഞ്ഞു. ഇല്ല, അത് പോട്ടെ, ചെയ്തതല്ലേ കൂടെ സഹകരിച്ചില്ലേ? സഹകരിച്ചല്ല, ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് അറിയാമെങ്കിലും എന്നോട് പറയുന്നതാ. അത് ഞാൻ ചുമ്മാ ആണെന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയും. അത് ചിലപ്പോ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് കയ്യിൽ കാശില്ലായിരിക്കും, ചിലപ്പോ വേറെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോന്ന്. അപ്പൊ സെൽവന് ഇവരുമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് സഹകരിക്കുന്ന പറഞ്ഞാൽ മദ്യപിക്കുന്നവർക്ക് മദ്യം മേടിച്ചു കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അവർക്കുള്ള സാമ്പത്തികങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് ഇവര് ഈ കൂടെ നടക്കുന്ന ആൾക്കാർ ചൂഷണം ചെയ്യുക സെൽവനെ. ഈ അവരുടെ വീട്ടുകാരി സഹോദരനും സഹോദരി അവരുമായിട്ടൊക്കെ സെൽവൻ നല്ല അടുപ്പത്തിലൊക്കെയാണോ? അവരുടെ കുടുംബത്തിലുള്ള സെൽവന്റെ കുടുംബത്തിലുള്ളവരുമായിട്ട് സഹകരണത്തില, എല്ലാവരുമായിട്ടും ഒക്കെ സഹകരണത്തിലും അവർക്ക് സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്യും. ഇപ്പൊ നിങ്ങൾ അവിടെ പോവാറും ഒക്കെ ഉണ്ടോ? അവരുടെ നാട്ടിൽ പോയില്ല. അവിടെയല്ലേ കല്യാണം കഴിച്ച ഭാര്യയൊക്കെ ആ നാട്ടിലല്ലേ. തമിഴ്നാട്ടിലോട്ട് പോകാറുണ്ട്. കന്യാകുമാരി വരെ ഇവരുടെ നാട്ടിൽ വരെയും പോകാറുണ്ട്. ഇപ്പൊ അനിയന്മാര് ഒരാൾ ഇപ്പോഴും എരുമേലി കൂടെ അല്ല വേറെ താമസിച്ചാലും കൂടെ പണിയുന്നുണ്ട്. ഒരു അനിയൻ ഇടയ്ക്ക് വന്നിട്ട് പോയി. അമ്മ അവർക്കൊക്കെ അറിയാം. പക്ഷെ ഇവർക്കെല്ലാം ഈ ഭാര്യയ്ക്കും അറിയാം. പക്ഷെ അവരിന്ന് വരെ ഇങ്ങനെ ഇവര് തമ്മിലുള്ള എന്തോ ഒരു അകൽച്ച കൊണ്ട് എങ്ങനെയും ആയി പൊക്കോട്ടെന്ന് ഓർത്ത് അവരങ്ങനെ അങ്ങ് വിട്ടേക്കുവാ. അങ്ങനെ സെൽവന്റെ ഭാര്യ അതുകൊണ്ട് ബിന്ദുവായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടായിരിക്കും. അല്ലല്ല, അതിന് മുന്നേ അങ്ങനെ ആയിരുന്നു. അതിന് മുന്നേ ഇവരങ്ങനെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ ആനി എന്ന് പറഞ്ഞത് അവർക്കും അതൊരു പ്രശ്നമായിരുന്നു. ഈ ആനി എന്ന് പറഞ്ഞതാ ഞാനിപ്പോ പറഞ്ഞ അവരുടെ മരിച്ചുപോയി സ്ത്രീ. അവരുടെ പേര് ആനി. അവര് മരിച്ചു എന്നുള്ള ഉറപ്പായോ? മരിച്ചു എന്നുള്ളത് അങ്ങനെ പറയുന്ന അവരുടെ അയാളുടെ ഭർത്താവിനെ ഒരു പ്രാവശ്യം കണ്ടപ്പോ ഭർത്താവാ പറഞ്ഞ മരിച്ചു പോയെന്ന്. അങ്ങനെ വെറുതെ പറയില്ലല്ലോ. അയാള് വേറെ കല്യാണം കഴിച്ച അയാളുടെ 2ാമത്തെ ഭാര്യനെ ആയിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വെച്ച് കാണുകയും ചെയ്തു. മരിച്ച ഒരാളിനെ കുറിച്ച് നമ്മൾ ഇനി എന്തോ സംശയിക്കാനുള്ള അല്ലെന്നേ അവരുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഈ സഹകരിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനെ പറഞ്ഞ. അപ്പൊ അവരുടെ ഈ ആനിയുടെ ആങ്ങളുടെ മകനാണ് ജോജോ. ആ ചെറുക്കനാണ് വേറൊരു പെണ്ണുമായിട്ട് ഇങ്ങനെ അഞ്ജുവിനെയും കൊണ്ടുപോയത്. അപ്പം ഇവരുമായിട്ട് ഇങ്ങനെ സഹകരിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവര് എന്നിട്ട് എന്നോട് പറയുന്നത് ആനി കഴിഞ്ഞല്ലേ നീ വന്നേ, അപ്പം ആനിയെ പോലൊന്നും നീയല്ല, അങ്ങനെ എങ്ങനെയാന്ന് എന്നോട് പറയുകയും ചെയ്യും. പക്ഷെ അത് അവര് ചിലപ്പം കുടുംബ സുഹൃത്തുക്കളാവാം. നമുക്ക് കൂടുതൽ അടുപ്പമായിട്ട് തോന്നുമ്പോൾ നമുക്ക് എന്താ പറയുന്ന ബിന്ദു പോയി നിന്ന് ആ സാഹചര്യവും ആദ്യമായിട്ട് എറണാകുളത്ത് പോയി ബിന്ദു തന്നെ പറഞ്ഞു ഒരുപാട് പേര് ഇങ്ങനെ ഭർത്താവ് മരിച്ചു വേറൊരു ആളുമായിട്ട് താമസിക്കുന്നു, അങ്ങനെയുള്ള പല ബന്ധങ്ങളും കാണുകയും അതിനകത്തു നിന്നൊക്കെ ഒരു ചെറിയ സംശയം ബിന്ദുവിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളിലും അതിനകത്തൊരു ചെറിയ സംഗതി വരും. ഏത് മനുഷ്യർക്കായാലും തോന്നും. കാരണം വേറെ നമുക്ക് പോകാനിടവില്ല, നമുക്കൊരു ഗ്രിപ്പില്ല, ഇതിനകത്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ടും തോന്നും. പക്ഷേ ഇപ്പൊ വേണ്ടത് സെൽവനുമായിട്ട് സമാധാനമായിട്ട് വീണ്ടും ജീവിക്കണമെന്ന് തന്നെയല്ലേ ആഗ്രഹം? ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷെ ഈ ഇങ്ങനെയുള്ള പ്രശ്നം പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ അതെന്തായാലും സെൽവൻ ഇവിടെ വന്നിട്ടുണ്ട്, സംസാരിക്കും. ന്യായമായ രീതിയിലുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കും. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹം അയാളുമായിട്ട് താമസിക്കാനാണെങ്കിൽ ഈ അന്യ ആൾക്കാരുമായിട്ടുള്ള കാര്യം ഈ പരസ്യമായിട്ട് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. ഞാനൊരു സഹോദരിയെ പോലെ പറയുകയാണ്. ഇപ്പൊ എത്ര വർഷമായി സെൽവനോട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട്? 11 വർഷമായിട്ട് താമസിക്കുകയാണ് അയാള്, അല്ലേ? നിങ്ങളെ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീയാണ്, ഇല്ലീഗലായിട്ടുള്ള മാരേജ്, അത് കളഞ്ഞേച്ച് വേറൊരു സ്ത്രീയായിട്ട് പോകാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അയാള്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഈ ആർക്കും ആരെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ഒരു അവകാശവും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ സംശയം എന്ന് പറയുന്നത് വലിയ മാരകമായ രോഗമാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അധികം സംസാരിച്ചിട്ട് സംഗതി വഷളാക്കരുത്.
അല്ലാതെ ഒരു സമാധാനമായിട്ട് നമുക്കൊരു ചർച്ച നടത്താം കേട്ടോ. ചെലവനെ വിളിക്കാം. രാവിലെ എപ്പോഴാണ് പുറപ്പെട്ട രണ്ടുപേരോട് ഒരുമിച്ച്? 3:45. വെളുപ്പിനെയോ? ആണോ? കറക്റ്റായിട്ടൊക്കെ റെഡിയായി. ഒരിടത്തൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് റെഡി ആയിക്കോളൂ. ഒക്കെ റെഡിയാവും. പാചകമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. നോൺ വെജ് ആണോ ഇഷ്ടം? എല്ലാം പാചകം ചെയ്യും. തമിഴ് ചാപ്പാടൊക്കെ നല്ലോണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. തമിഴ്നാട്ടിലായിരുന്നു ഒരു 3 കൊല്ലം തിരുനെൽവേലിയില്. അന്നേരം അവിടുത്തെ കൂടെ പഠിച്ചു. അതൊക്കെ വെച്ച് വിളമ്പി തരുമൊക്കെ ചെയ്യും. അതൊക്കെ കുഴപ്പമില്ല. കുഞ്ഞുങ്ങളുടെ പേരെന്തുവാ? ഷൈൻ, പൊന്നൂസും ഷൈനും. കൊള്ളാം. അപ്പം ഒന്നുമില്ല. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു പരാതി എന്ന് പറയുന്നത് ദേഷ്യം വന്നാൽ ചെലവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഉപദ്രവിക്കുന്നു. അതിനുള്ള ആരോഗ്യം ഇല്ല എനിക്ക്. എന്നെ ഉപദ്രവിക്കുന്ന ഒന്നും നിർത്തണമെന്ന് പറയുന്നു. അത് ദേഷ്യം വരാനായിട്ട് വരുത്തുന്നത് അവൾ തന്നെയല്ലേ. ഇപ്പം ഞാനിപ്പം ഒരു കോൺട്രാക്റ്റാണ്. ഞാനിപ്പോൾ 1500 പ്രശ്നമായിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. ഒരിടത്ത് പൈസ കിട്ടി കാണും, ഒരിടത്ത് പൈസ കിട്ടിയില്ല, പണിക്കാരനക്ക് 10,000 രൂപ അയക്കണം. ഇങ്ങനെ പല പല പ്രശ്നങ്ങളിൽ ഞാൻ വീട്ടിൽ വരുമ്പം ഞാൻ ഒന്ന് പറയുമ്പം അത് ശരി ദേശത്തിലായിരിക്കും പറയുന്നത്. അത് 1 മിനിറ്റ് 1 സെക്കൻഡ് അത് മിണ്ടാതിരിക്കുവായിരുന്നെങ്കിൽ തീർന്നു. വലിയ വഴക്കുണ്ടാകത്തില്ല. ഞാൻ ഒന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു 55 എണ്ണം പറയും. തിരിച്ച് പറയുമ്പം ദേഷ്യം ഇവിടുന്ന് പോകുന്നതിന് 1000 ടെൻഷനിലാണ് പോകുന്നത്. എനിക്ക് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ 2 ലക്ഷം രൂപ കട എനിക്ക് എരുമേലിയിൽ ബിൽഡിംഗ് വർക്കിലുണ്ട്. അപ്പോൾ നാളെ എന്നാ ചെയ്യണമെന്ന് 1500 പ്രശ്നത്തിൽ നമ്മൾ വരുമ്പം വീട്ടിൽ വരുമ്പം ശരി എന്നാ പ്രശ്നം അത് പരിഹരിക്കണം. എന്നാ പ്രശ്നം, പൈസ കിട്ടിയോ ഇല്ലയോ, എന്നാ ഇപ്പം ഇങ്ങനെ ചെയ്യാം, അത് നമുക്കൊരു ഐഡിയ പറഞ്ഞു തരുമോ, ആലോചിക്കുവോ, കൂടെ സഹിക്കുവാണെങ്കിൽ നമുക്കും ഒരു ആശ്വാസമാവും. ഇത് നമ്മൾ എന്തെങ്കിലും കൊണ്ട് പറഞ്ഞു കഴിയുമ്പം നേരെ തിരിച്ച് പടപടാണ് ഒരു 10 എണ്ണം പറഞ്ഞിരിക്കും. അന്നേരം കൈയില്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിൽ അടിക്കാൻ തോന്നും. അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കും, നിർത്തും. ഒരു 6 മാസം നിർത്തും. നിർത്ത് 6 മാസം കുടിക്കുകയില്ല, ഡീസൻ്റാണ് വീട്ടിൽ. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം മതി കള്ളു കുടിക്കാനായിട്ട്. എനിക്ക് ദേഷ്യം വന്നാൽ അന്നേരം പെട്ടെന്ന് കള്ളു കുടിക്കാൻ തോന്നും. അപ്പം ഞാൻ പോകാൻ നേരത്ത് പോകരുതെന്ന് ഒരു വാക്ക് പറയുവാണെങ്കിൽ പോകത്തില്ല. നീ പോവാണെങ്കിൽ പൊക്കോ, ഇങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഞാൻ പോയി 6 മാസം കുടിക്കാറുണ്ട്. എൻ്റെ പ്രയോജനം 6 മാസത്തിനെ കൂട്ടി ഒന്നിച്ച് കുടിക്കും. ഒരു ഉദാഹരണം, ഒരു ലാപ്ടോപ്പ് മേടിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്നും ഗെയിം കളിക്കാറുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ ഏത് ഗെയിം കളിച്ചാലും ഞാൻ തീർത്തിട്ടേ ഓഫാക്കി വെക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം എൻ്റെ പിള്ളേർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ ഇവന് എന്നറിയാതെ ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഗെയിം കളിച്ചു. ഞാൻ വാതിൽ തുറന്ന് വെച്ച കേട്ടപ്പം പെട്ടെന്ന് അടച്ച് വെച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കണക്ക് എഴുതാനായിട്ട് ലാപ്ടോപ്പ് എടുത്തപ്പം അതിനകത്ത് ഗെയിം കണ്ടിന്യൂ ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ ചോദിക്കും എന്നോട്. അപ്പം പിള്ളേരല്ലേ, എനിക്കല്ലല്ലോ ലാപ്ടോപ്പ്, മകനുക്കാ ലാപ്ടോപ്പ് മേടിച്ചേക്കുന്നത്. എനിക്ക് പിന്നെ കണക്കും കാര്യങ്ങളും എഴുതി വെക്കാനും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ പ്ലാൻ വരയ്ക്കാനൊക്കെ ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീയാണോ ലാപ്ടോപ്പ് ഓണാക്കിയാണോ ചോദിച്ചപ്പം ഇവൻ ഒറ്റ കറച്ചൽ. ഇവള് ഓടി വന്ന് ഈശോയുടെ പടം അടിച്ച് സത്യം ഞങ്ങൾ ആരും അതിൻ്റെ അടുത്ത് പോയിട്ടില്ലാണ്. ലാപ്ടോപ്പ് തന്നെ ഏതായാലും ഗെയിം കളിക്കില്ലല്ലോ. അപ്പം ശരി അമ്മ എടുത്ത് കാണും, അത് പോട്ടെ. ഇപ്പം അവന് വേണ്ടില്ലേ മേടിച്ചേക്കുന്നത്. അവന് പറഞ്ഞേക്കുന്നത് ഒരു കൊല്ലോടെ കഴിയട്ടെ, നിനക്കിപ്പോൾ അതിനുള്ള പ്രായം ആയില്ല, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ലാപ്ടോപ്പ് തന്നെ കമ്പ്യൂട്ടർ മേടിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് ഒരു നിമിഷം ഇവള് എന്നോട് പറയുക, ശരി അവനെ അടുത്തായിരിക്കും പോട്ടെ, ഇപ്പോൾ സാറില്ല ഗെയിമിലേ കളിച്ചുള്ളൂ, എത്ര മൊബൈൽ കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നെങ്കിൽ അവിടെ പ്രശ്നമില്ല. ഞാൻ വെള്ളം അടിക്കാതെ 6 മാസം ഒരു 4 മാസം പിടിച്ചെന്ന് വെച്ച് അന്ന് ഇവള് ഓടി വന്ന് ഈശോയുടെ പടത്തടിച്ച് സത്യം ചെയ്തു. ഞങ്ങൾ ആരും അതിൻ്റെ അടുത്ത് ചെന്നിട്ടില്ല. എനിക്ക് കൺഫേം ആയിട്ട് അറിയാം ലാപ്ടോപ്പിനകത്ത് ഇല്ല. പിള്ളേർ അടിക്കുന്നൊന്നുമില്ല. പിള്ളേർ കരയുന്നത് തന്നെ ഇഷ്ടമില്ല, കരയുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചേ ഉള്ളൂ, നീ ആണോ ലാപ്ടോപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തെന്ന് ചോദിച്ചപ്പം പൊട്ടിച്ച ഒറ്റ കരച്ചൽ. ഇവള് ഓടി വന്ന് ഫോട്ടോ അടിച്ച് സത്യം ചെയ്തപ്പം എനിക്ക് അങ്ങ് ദേഷ്യം വന്നു. അപ്പം എനിക്കറിയാം ഞാൻ ഏത് ഗെയിം കളിച്ചാലും ഞാൻ അത് തീർത്തിട്ട് പൂർത്തിയാക്കിയിട്ട് കിടക്കുള്ളൂ എത്ര മണിയായാലും. അപ്പോൾ അത് ഇടയിൽ നിൽക്കുക. അപ്പോൾ ഇവള് അന്നേരം ഒരു സമാധാനമായിട്ട് പറഞ്ഞ് അവൻ എടുത്ത് കാണുമായിരിക്കും പോട്ടെ, വിഷയം തീർന്നില്ലേ. പിന്നെ ഞാൻ ഉടനെ പോയി കുടിക്കാൻ പോയി. പിന്നെ ഒരു 2 മാസത്തേക്ക് മിണ്ടിച്ചൊന്നുമില്ല. ഇല്ല ഒന്നും മിണ്ടില്ല. ഞാൻ 2 മാസം ഭക്ഷണം കഴിക്കില്ല. ഞാൻ പൈനകളി വരുമ്പോഴത്തേക്ക് അവളുടെ പാട്ടിലേക്ക് ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങും. രാവിലെ 6 മണിക്ക് കിടന്നിട്ട് കുളിക്കും, 7 മണിയാകുമ്പോഴത്തെ പരിപാടി പോകും. ഞാൻ ഹോട്ടലിൽ എനിക്ക് ഇഷ്ടമല്ല, വീട്ടിലെ ഇപ്പം രാവിലെ ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ദോശ ഇഡ്ഡലി ഉണ്ടായി തരും. ഉച്ച 1 മണിക്ക് എവിടെ ഇരുന്നാലും വീട്ടിൽ ചോറിന വരും. വൈകിട്ടും ഭക്ഷണം കഴിച്ച് കിടക്കും. ഈ വെള്ളം ഓറടിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല, വെള്ളം മാത്രം മതി. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഇന്നലെ വൈകിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി
ഇന്ന് രാവിലെ വരുന്ന വിളിക്ക് കാപ്പി കുടിച്ചു. എന്തായാലും രാവിലെ പരാതിയായിട്ട് പോകുമല്ലേ, വയറുനിറച്ച് കഴിച്ചിട്ടാണ്. ഇത് എന്നെ എരുമേലി എന്നെ കയറ്റാതെ പോലീസ് സ്റ്റേഷനില്ല. ഞങ്ങൾ എവിടെ താമസിക്കാൻ പോകുന്നു അവിടെ എല്ലാം പോലീസ് സ്റ്റേഷൻ എന്നെ കയറ്റും. ഒരു കെട്ടിയവൻ ഒരു അടി അടിച്ചു, അല്ലെങ്കിൽ ഒരാൾ എന്നെ വഴക്ക് പറഞ്ഞു, കെട്ടിയവൾ നേരെ തിരിഞ്ഞ് അവിടെ കൂടുന്ന എനിക്കിട്ട് പണിയുള്ളൂ. സ്നേഹം ഉണ്ടാവും ഇല്ല. ആ സമയത്ത് എന്നെ പുറത്ത് വന്ന് പറയുമ്പം അത് എന്നെ കെട്ടിയവനാണ് മനസ്സിന് ഉണർവ് വേണം. അപ്പം അവരോട് തിരിച്ച് പറയാം, നമുക്ക് മനസ്സിലൊരു ആശ്വാസം, പെണ്ണുമ്പോൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് തന്നെ ഇത് നേരെ മറിച്ച് നിൽക്കുള്ളൂ.